ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. എല്ലാവർക്കും നമസ്കാരം. യോഗക്ഷേമ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഈ വെബിനാർ സീരീസിൽ ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നാം വിശകലനം ചെയ്യുന്ന വിഷയം ദശനാമി സമ്പ്രദായത്തെക്കുറിച്ചാണ്. ആചാര്യസ്വാമികളാണ് ഇത് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. സനാതന ധർമ്മത്തിന്റെ നെടുന്തൂണായിട്ടുള്ള സന്യാസ പാരമ്പര്യത്തിന് ചില സവിശേഷമായ ലക്ഷണങ്ങൾ, ധർമ്മങ്ങൾ, പ്രകൃതങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്ത് 10 തരംതിരിച്ച് അവയുടെ വിശേഷതകളെ പ്രതീകാത്മകമായി വിളിച്ചു പറയുന്ന നാമങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിൽ സന്യാസ സമ്പ്രദായത്തിൽ പരിഗണിക്കുന്ന പല തലങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനാകും. ഓരോ വിഭാഗത്തിന്റെയും പരമ്പരക്കാർ തന്റെ പവിത്രമായ ജന്മത്തിൽ, സന്യാസ ജീവിതത്തിൽ ലോക കല്യാണത്തിനായി, ആത്മ ഉത്കർഷത്തിനായി ഏതു മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഈ പേരിലൂടെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നു. ആചാര്യസ്വാമികളുടെ സമഗ്രമായ ഈ ആധ്യാത്മിക വീക്ഷണ പദ്ധതിയെക്കുറിച്ച് നാം ഇന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നു. അതിനായി നമ്മോടൊപ്പം ഇന്ന് ശ്രീ വെൺമണി ഭവദാസൻ നമ്പൂതിരിപ്പാട് അവർകളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്. അഷ്ടാവക്ര ഗീതയിൽ ഗവേഷണ പ്രബന്ധവും PhD ഉള്ള സർ, ശ്രീശങ്കര കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി നോക്കുന്നു. നിരവധി സെമിനാർ പ്രബന്ധങ്ങൾ ദേശീയ, അന്തർദേശീയ തലത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ ഗൈഡായി പ്രവർത്തിച്ചു വരുന്നു. കോളേജിലെ സദ്വിദ്യ എന്ന ഗവേഷണ ജേർണലിന്റെ എഡിറ്ററാണ്. ഇതിനെല്ലാം ഉപരി ധാരാളം ആത്മീയ പ്രഭാഷണങ്ങൾ എന്ന് മാത്രമല്ല, ഭാഗവതം, നാരായണീയം, രാമായണം എന്നിങ്ങനെയുള്ള നമ്മളുടെ സംഹിതകളുടെ ആത്മീയ പ്രഭാഷണങ്ങൾ, സപ്താഹങ്ങൾ, നവാഹങ്ങൾ ഇവയെല്ലാം അദ്ദേഹം നടത്തുന്നുണ്ട്. ലേഖനങ്ങൾ, തർജിമകൾ എന്നിങ്ങനെ ആത്മീയ സാഹിത്യ ലോകത്ത് സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുന്നു. ശ്രീ വെൺമണി ഭവദാസൻ നമ്പൂതിരിപ്പാട് അവർകളെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, നമസ്കാരം. തുടങ്ങാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യദ്ഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ശങ്കര യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗം നടത്തുന്ന ഈ വെബിനാർ സീരീസിൽ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ. കാരണം കേരളത്തിൽ ജനിച്ച, ലോകത്തിൻ്റെ മുഴുവനും ഗുരുവായി തീർന്ന ശങ്കരാചാര്യ സ്വാമികൾ, അദ്ദേഹത്തെക്കുറിച്ച് മുറ്റത്തെ മുല്ലയ്ക്ക് മണല്യ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒന്നും അറിയില്ല. എന്നാൽ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ശങ്കരാചാര്യരുടെ മഹത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച്, അദ്ദേഹം നൽകിയതായ സംഭാവനകളെക്കുറിച്ച് എല്ലാം ഓർത്ത് ഇന്നും കോൾമയിർ കൊള്ളുന്നതായ അനവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ശങ്കരാചാര്യരെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണത് എന്ന് തോന്നും. ലോകഗുരുവായ, ജഗദ്ഗുരുവായ ശങ്കരാചാര്യ സ്വാമികൾ ലോകത്തിന് എന്തു പകർന്നു നൽകി എന്നുള്ളതായ ആ ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത്. പണ്ട് ആരോ പറഞ്ഞതുപോലെ
കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മഹാഭാരതം എഴുതിയിട്ട് എന്ത് കിട്ടി? ആ സമയത്ത് 2 വാഴ വച്ചിരുന്നെങ്കിൽ അത് കായ വെട്ടി കഴിക്കായിരുന്നില്ലേ, കായ കഴിക്കായിരുന്നില്ലേ, എൻ്റെ പഴം കഴിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചതുപോലെ ശങ്കരാചാര്യ സ്വാമികള് ലോകത്തിന് എന്ത് നൽകി എന്നുള്ളതായ ആ ചോദ്യത്തിന് അദ്ദേഹം ഭാരതത്തിന് ഒരു അഖണ്ഡ സങ്കല്പത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ്. നമ്മള് പലതല്ല, ഒന്ന് തന്നെയാണ്. ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി എന്നുള്ളതായ ആ തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നാണ് എന്നുള്ളതായ ആ ഐക്യബോധത്തെ പകർന്നു നൽകാൻ അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതിയാണ് ഈ അദ്വൈത ദർശനം എന്നുള്ളത്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ആ ചൈതന്യം ഒന്ന് മാത്രമാണ് സത്യമായിട്ടുള്ളത്. മറ്റെല്ലാം കണ്ട് നഷ്ടപ്പെടുന്നതായ മിന്നിക്കത്തുന്നതായ വിളക്കുകൾ മാത്രമാണ്. ജീവനെന്ന പേരിൽ ഇവിടെ പ്രതിഫലിക്കുന്നതെല്ലാം ആ ഈശ്വര സ്വരൂപം തന്നെയാണ് എന്നുള്ള വാക്യത്തിലൂടെ ആ ചെറിയ ഒരു എന്താ ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി, ഒരു ശ്ലോകത്തിന്റെ പകുതിയിലൂടെ അദ്ദേഹം തന്റെ ഉപദേശത്തെ വളരെയധികം സംഗ്രഹിച്ചു പറഞ്ഞു തന്നു. ഈശ്വരനും ഞാനും വേറെയല്ല, ഒന്ന് തന്നെയാണ്. ആ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അപ്പോ വേറൊരു ചോദ്യം ഉദിച്ചു. ഇദ്ദേഹം നിഷ്ക്രിയം ആയിട്ട് ഇരിക്കാനാണല്ലോ പറയണത്. നിഷ്ക്രിയതയാണല്ലോ. ഇതെല്ലാം ലോകമെല്ലാം മിഥ്യയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിഷ്ക്രിയമായിട്ട് ഇരുന്നാ പോരെ? നമ്മളൊന്നും ചെയ്യണമില്ല, ചെയ്യപ്പെടണമില്ല. പണ്ട് ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. പിന്നെ നമ്മുടെ ആ കർത്തവ്യം എന്താണ്, കടമ എന്താണ് എന്ന ചോദ്യത്തിന് ഒരു മനുഷ്യൻ സ്വയം ആർജിക്കേണ്ടതുണ്ട്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴാണോ കിട്ടണത് അപ്പോൾ അവൻ പരിപൂർണനായിട്ട് മാറുന്നു. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോഴാണ് ആ ആത്മബോധം ഉദിക്കണത്. അതിനുവേണ്ടി ഈശ്വര സാക്ഷാത്കാരം, അതിനുവേണ്ടി ഈശ്വരനെ ഉപാസന ചെയ്യൂ. ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ ഉപാസനകളെ സഗുണമായിട്ടും നിർഗുണമായിട്ടുമെല്ലാം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ആ തത്വത്തെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ലളിതങ്ങളായ സ്തോത്രങ്ങൾ എഴുതി, കുറച്ചും കൂടിയും ഗഹനമായിട്ട് പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതി, വിശാലമായിട്ടുള്ള ഭാഷ്യങ്ങൾ എഴുതി, താന്ത്രികമായിട്ടുള്ള സപര്യാഹൃദയം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതി, ബ്രഹ്മസൂത്രത്തിനും ഉപനിഷത്തുകൾക്കെല്ലാം ഭാഷ്യം എഴുതി ഇവരെയെല്ലാം ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചു. മാത്രം അല്ല, അദ്ദേഹം ലോകത്തിന് നൽകിയതായ വലിയൊരു സംഭാവന ഈ കൃതികളിലൂടെ അദ്വൈത ദർശനത്തെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, മറ്റെല്ലാ ദർശനങ്ങളുടെയും ലക്ഷ്യം ഈ അദ്വൈത ദർശനമാണ്. ഏറ്റവും ഉയർന്നതായ ഉദാത്തമായ ആ ഭാവനയാണ് ഈ അദ്വൈത ദർശനത്തിലുള്ളത് എന്ന് മറ്റ് മതസ്ഥരുമായിട്ട്, മറ്റ് ദാർശനികരുമായിട്ട് സംവദിച്ചുകൊണ്ട്, അത് മീമാംസയായിക്കോട്ടെ താർക്കികന്മാരായിക്കോട്ടെ, അവരോടെല്ലാം സംവദിച്ച്, എന്തിന് കാപാലികന്മാരോട് പോലും നിങ്ങളുടെ ഈ ഉപാസനയുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദർശനങ്ങളും ഈ പരമേശ്വരനിലേക്ക്, ബ്രഹ്മത്തിലേക്ക് ഒഴുകുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തതായ മഹാമനീഷിയാണ് സാക്ഷാൽ ആചാര്യസ്വാമികള്. അപ്പൊ അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ ഈ അദ്വൈത ബോധത്തെ, അദ്വൈത ദർശനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു. ഇനി അവർക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരാളായി ഇരുന്നു കൊണ്ട് സംവദിച്ചു, ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ അദ്വൈത ദർശനത്തെ ഇവിടെ പ്രചരിപ്പിച്ചത്. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, മറിച്ച് തൻ്റെ കൂടെ എത്തിച്ചേർന്നതായ 4 ശിഷ്യന്മാര്, ഹസ്താമലകൻ, അതേപോലെ പത്മപാദര്, തോടകാചാര്യര്, സുരേശ്വരൻ എന്നുള്ളതായ 4 ശിഷ്യന്മാരിലൂടെ
ഭാരതത്തിന്റെ 4 ഭാഗത്തും 4 ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഈ സന്യാസ പാരമ്പര്യത്തിന് ശക്തി ഉണ്ടാവണം എന്നുള്ളതായ സങ്കല്പത്തില് ആ ആശ്രമ വ്യവസ്ഥയെ ഇവിടെ ആദ്യമായി നിർദ്ദേശിച്ചത് ആചാര്യസ്വാമികളാണ് എന്ന് നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. സന്യാസിമാർ എന്ന് പറഞ്ഞാൽ സമ്യക്ക് ന്യാസം ചെയ്തവര്, പരിപൂർണമായി ഈശ്വരനിലേക്ക് അവനവനെ സമർപ്പിച്ചവരാണ്. അപ്പൊ ആ സന്യാസിമാർ താമസിക്കുന്നതായ ആ ആശ്രമങ്ങള്, മഠങ്ങള്, ആ മഠങ്ങള് എങ്ങനെയായിരിക്കണം, എന്താണ് അതിൻ്റെ സ്വഭാവം, അതിലെ ആചാര്യന്മാരുടെ വീക്ഷണ ഗതികൾ എന്താണ്, അവരെങ്ങനെയാണ് ജീവിതത്തെ മറ്റുള്ളവർക്ക് നിദർശനമായി കൊണ്ടു നടക്കേണ്ടത് എന്ന നിരവധി ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അവരുടെ പാഠ്യപദ്ധതിയും ആചാരപദ്ധതിയും എല്ലാം വേണ്ട പോലെ ഒരു ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നതായ ആ മഹാമനീഷി. അപ്പോ ഒരു സംഘടനാബോധം, കലൗ ശക്തി സംഘശക്തി എന്ന് പറയാറുണ്ട് കലികാലത്ത്. ഈ സംഘശക്തിയെ ഒറ്റയ്ക്ക് നിൽക്കലല്ല, ഒരുമിച്ച് നിൽക്കലാണ്, ഒരു രാഷ്ട്രത്തിന്റെ ഉന്നതിക്ക് ഒരുമിച്ച് നിൽക്കലാണ് വേണ്ടത് എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ചതായ ഒരു സന്യാസ പദ്ധതിയാണ് ഈ ദശനാമി സമ്പ്രദായം എന്നുള്ളത്. പലതല്ല, സന്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭേദങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഈ 10 പേരുകൾ എന്തിനു പറഞ്ഞു? ഈ മഠങ്ങള് 4 എന്തിനാണ് സ്ഥാപിച്ചത്? ഒരേ ഒരു മഠം പോരെ എന്നാണെങ്കിൽ ഭാരതത്തിന്റെ 4 ദിക്കുകളിലും 4 മഠങ്ങൾ സ്ഥാപിച്ച്, 4 ആചാര്യന്മാരെ സ്ഥാപിച്ച്, അതിനെല്ലാം ഓരോരോ വേദങ്ങളുടെ പരിരക്ഷണം അവരുടെ കർത്തവ്യമായി നിരൂപണം ചെയ്ത് ആ വേദ സംരക്ഷണത്തിലൂടെ ദേശത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ആചാര്യസ്വാമികൾ നൽകിയത്. പണ്ടേ തൊട്ട് സന്യാസിമാര് ഈ ഭാരതഭൂമിയില് വളരെയധികം ഉണ്ടായിരുന്നു. അവര് പണ്ടുള്ള കാലത്ത് യുദ്ധത്തില് വളരെയധികം പ്രാവീണ്യമുള്ളവരായിരുന്നു. ഏതെങ്കിലും ഒരു ഏകാന്തമായ ദിക്കിലിരുന്ന് തപസ് ചെയ്യൽ മാത്രമല്ല, മറിച്ച് എല്ലാ മേഖലകളിലും സന്യാസിമാര് കൈവച്ചിരുന്നു. അതേപോലെ ശാസ്ത്രജ്ഞാനവും അവർക്ക് നല്ലപോലെ അറിവുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ സന്യാസിമാര് യുദ്ധത്തിലെല്ലാം പങ്കെടുത്തതായ കഥകള് എല്ലാം പണ്ടുള്ള ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിൽക്കാലത്ത് ഇത് ലുപ്തമായിട്ട് മാറി. ആചാര്യസ്വാമികൾക്ക് ശേഷമാണ് ഇത് ഒരു മഠാംനായോ മഠോപനിഷത്ത് എന്നുള്ളതായ കൃതികളിലൂടെ ഇതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളെ കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടാവുന്നത്. നമുക്കറിയാം, കേരളത്തില് ശങ്കരാചാര്യരുടെ മരണാനന്തരം ഇതാ തൃശ്ശൂരില് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പെരുമാള് 4 മഠങ്ങള് സ്ഥാപിച്ചതായ കാര്യങ്ങള് നമുക്കറിയാവുന്നതാണ്. തെക്കേ മഠവും അതേപോലെ നടുവിൽ മഠവും ഇടയിൽ മഠവും വടക്കേ മഠവും എല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതായിട്ടുള്ളതാണ്. ഇതും ആ ഒരു പാരമ്പര്യത്തെ പിന്തുടരുന്നതാണ്. അപ്പൊ അവർക്കും ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോരോ സമ്പ്രദായവും ഓരോരോ മഠങ്ങള് ഇതെല്ലാം ആചാര്യസ്വാമികള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഭജനം ചെയ്തത് എന്നും അവയുടെ ലക്ഷ്യം എന്താണ് എന്നും സാമാന്യമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയത്തെ എടുത്തത്. സോയോപ്ല ഇത് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഏതാ എടുക്കണേ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സമ്പ്രദായം പറയാൻ കാരണം, ഓപ്പിള് ചോദിച്ചു, ഇവിടെ പറയുന്ന അനവധി മഠങ്ങളുണ്ടല്ലോ, ഇതിലെ ഈ സന്യാസിമാരുടെ പേരുകള് ചിലത് ചൈതന്യം എന്നാണ്, ചിലത് സ്വരൂപം എന്നുള്ളതാണ്, ചിലത് പ്രകാശം എന്നുള്ളതാണ്, ചിലത് തീർത്ഥ എന്നുള്ളതാണ്, ചിലത് ഭാരതി എന്നാണ്. ഇതെല്ലാം ഓരോരുത്തരും ഓരോരോ തരത്തിലാണല്ലോ. ഈ സന്യാസി സമ്പ്രദായത്തിന് ഒരു ഏകീകൃതമായ സ്വഭാവമുണ്ടോ എന്നുള്ളതായ ആ ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വിഷയം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചത്.
അപ്പോ പണ്ട് ഈ പാണ്ഡ്യന്മാരുടെ ആ അതേപോലെ പല്ലവന്മാരുടെ കാലത്ത് ഭാരതത്തില് 3 തരത്തിലുള്ളതായ ഒരു സന്യാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒന്ന് ശൈവ സന്യാസിമാര്, പിന്നെ ഒന്ന് വൈഷ്ണവ സന്യാസിമാര്, ഒന്ന് സ്മൃതി സന്യാസിമാര്, അല്ലെങ്കിൽ സ്മൃതിയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവര് എന്നിങ്ങനെ 3 തരക്കാരെ. ഇതില് ഏകദണ്ഡികൾ എന്നുള്ളതായ ആൾക്കാര്, സന്യാസിമാര് ശൈവ സമ്പ്രദായത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചവരാണ്. അതേപോലെ ത്രിദണ്ഡികൾ എന്ന് പറയുന്നത് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളതാണ്. അതിന്റെ ആ 3 ദണ്ഡ് എന്ന് പറയുന്നത് മനസ്സും വാക്കും അതേപോലെ ശരീരവുമാണ്. ഇത് മൂന്നും ഏകീഭവിപ്പിക്കുന്നതായ ആ ഒരു ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് ത്രിദണ്ഡം. ആ ത്രിദണ്ഡത്തെ ത്രിദണ്ഡ് കൊണ്ട് നടക്കുന്നവരെ ത്രിദണ്ഡികള്. അപ്പോ ആ ത്രിദണ്ഡികൾ എന്ന് വൈഷ്ണവ സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്നു. ദ്വൈതികള്, അദ്വൈതികള് ഇതെല്ലാം എന്താ ഏകദണ്ഡികളാണോ അതേപോലെ ത്രിദണ്ഡികളാണോ എന്നുള്ളതായ കാര്യത്തില് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ആ അദ്വൈത സമ്പ്രദായം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ശൈവ സമ്പ്രദായവുമായിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏകദണ്ഡികളല്ലേ അവര്? വൈഷ്ണവ സമ്പ്രദായക്കാരല്ലേ ത്രിദണ്ഡികള് എന്നുള്ളതായ സംശയങ്ങള് പല പണ്ഡിതന്മാരും വേണ്ട രീതിയിൽ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ട് അദ്വൈത സമ്പ്രദായത്തെ ത്രിദണ്ഡ സമ്പ്രദായത്തിലേക്കാണ്, വൈഷ്ണവ സമ്പ്രദായത്തിലേക്കാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. BNK ശർമ്മ തുടങ്ങിയിട്ടുള്ളതായ പണ്ഡിതന്മാര് വൈഷ്ണവ സമ്പ്രദായത്തെ ആയിട്ടാണ് ഈ അദ്വൈത ദർശനത്തെ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഈ ദശനാമി സമ്പ്രദായം ശങ്കരാചാര്യര് ഈ ഇതിന്റെ സന്യാസക്രമത്തെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് കൊണ്ടു നടക്കാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിച്ച ഒരു വ്യവസ്ഥയാണ് ഈ ദശനാമി സമ്പ്രദായം എന്നുള്ളത്. നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തൃശ്ശൂര് വെച്ച് ഇങ്ങനെയുള്ളതായ ഒരു മഠം സ്ഥാപിച്ച കഴിഞ്ഞപ്പോ അവിടെ ഒരു നിർദ്ദേശമുണ്ട്. ഇനി ഇവിടെ ഉണ്ടാകുന്ന സമ്പ്രദായങ്ങൾ മുഴുവനും ശങ്കരാചാര്യരുടെ ഈ ദശനാമി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു യോഗം കൂടി താന്ത്രിക വൈദിക ആചാര്യന്മാരെല്ലാം കൂടിക്കൊണ്ട് കൊല്ലവർഷത്തിന്റെ തുടക്കത്തില് ഇത്തരത്തിലുള്ളതായ ഒരു പദ്ധതി നമുക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ തുടക്കം വടക്കേ ഇന്ത്യയിലാണ് എന്ന് വേണച്ചാൽ നമുക്ക് പറയാം. എന്തായാലും അദ്ദേഹം 4 മഠങ്ങള് സ്ഥാപിച്ചു. ഈ 4 മഠങ്ങള് ഭാരതത്തിന്റെ ഓരോരോ മൂലയിലാണ് ഉണ്ടായിരുന്നത്. ആ ഓരോരോ മൂലയിലും സ്ഥാപിച്ചതായ ഈ മഠങ്ങളില് അദ്ദേഹം അവിടെ സന്യസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് നൽകാൻ 10 പേരുകള് നിർദ്ദേശിച്ചു. അതാണ് ദശനാമങ്ങള്. അപ്പൊ ആ സമ്പ്രദായത്തിന് ദശനാമി സമ്പ്രദായം എന്ന് പറയുന്നു. ആ പേരുകൾ തന്നെ രസകരമായിട്ടുള്ളതാണ്. അത് ഞാൻ ക്രമേണ പറയാം. ഗിരി, പുരി, ഭാരതി, വന, അരണ്യ, സാഗര, ആശ്രമ, സരസ്വതി, തീർത്ഥ, പർവത എന്നിങ്ങനെ 10 പേരുകളാണ്. ഗിരി പർവ്വതം എന്നുള്ളത്, അതേപോലെ പുരി, ഭാരതി സരസ്വതിയുടെ പര്യായമായിട്ടുള്ളതാണ്. വനം കാട്, അരണ്യം കാട്, സാഗരം സമുദ്രം, ആശ്രമം സരസ്വതി വേദവുമായിട്ട് ബന്ധപ്പെട്ട, തീർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, പർവ്വതങ്ങള്. ഇന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഈ സമ്പദ്ഘടനയുടെ ഭാഗങ്ങളാണ് കാടുകള്, സമുദ്രം, അതേപോലെ തീർത്ഥങ്ങള്, പർവ്വതങ്ങള് എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവയുടെ എല്ലാം സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പേരുകള് നൽകിയത് എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അപ്പോ ഈ വിഭജനത്തോടൊപ്പം തന്നെ ഇപ്പോ അദ്ദേഹം 4 മഠങ്ങള് പുരി, ശൃംഗേരി, ദ്വാരക,
അതേപോലെ ജോഷി മഠം എന്നിങ്ങനെ 4 ദിക്കില് അദ്ദേഹം സ്ഥാപിച്ചു. പുരി എന്നുള്ളത് ഒറീസയില്, അവിടെ ഗോവർദ്ധന മഠം സ്ഥാപിക്കുകയുണ്ടായി. ശൃംഗേരിയില് ശാരദാ മഠത്തെ സ്ഥാപിച്ചു. ദ്വാരകയില് അദ്ദേഹം ദ്വാരക കാശികാമഠം എന്നൊക്കെ പറയുന്ന, കാളികാമഠം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ബദരിയിലെ അടുത്ത് അദ്ദേഹം സ്ഥാപിച്ചതാണ് ജോഷി മഠം എന്നുള്ളത്. ജോഷി മഠം എന്ന് വിളിക്കുന്നു, ജ്യോതിർമഠം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അതില് ഈ 10 പേരുകള് ഇവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിഭജിച്ച് നൽകി. പുരി എന്നുള്ളതായ മഠത്തിന്, ഗോവർദ്ധന മഠത്തിന് ഋഗ്വേദത്തെ അദ്ദേഹം നിർദ്ദേശിച്ചു. ശൃംഗേരിയില് യജുർവേദമാണ് നിർദ്ദേശിച്ചത്. ദ്വാരകയില് സാമവേദത്തെ, അതേപോലെ ജ്യോതിർമഠത്തില് അഥർവവേദത്തെ. അപ്പോൾ ഈ വേദങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ചുമതല അദ്ദേഹം ഈ സന്യാസിമാർക്ക് പകർന്നു നൽകി. കാരണം വൈദികമായ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, വൈദിക ധർമ്മത്തിന്റെ ലക്ഷ്യം അദ്വൈത ബോധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമികള് തന്റെ ആ ജൈത്രയാത്ര തുടങ്ങുന്നത് തന്നെ. കാരണം എല്ലാം ഒന്ന് തന്നെയാണ്, സർവം ഖലു ഇദം ബ്രഹ്മ എന്നുള്ള രീതിയിൽ എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന ആ അദ്വൈത ബോധമാണ് ആചാര്യൻ തന്റെ ലക്ഷ്യമാക്കിയിട്ട് വച്ചിരുന്നത്. എല്ലാ ഉപനിഷത്തുകളുടെയും, എല്ലാ വേദാന്ത വാക്യങ്ങളുടെയും, എല്ലാ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും എല്ലാം ലക്ഷ്യം എന്താണ്? ആ ബ്രഹ്മത്തെ, ചൈതന്യത്തെ തിരിച്ചറിയലാണ്. സർവേഷാം വേദാന്തവാക്യാനാം ബ്രഹ്മണി, ബ്രഹ്മത്തിലാണ് സമന്വയിക്കുന്നത്, ബ്രഹ്മമാണ് അതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തന്റെ ഉപനിഷത്ത് ഭാഷ്യത്തിലൂടെയും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലൂടെയും എല്ലാം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേദങ്ങൾ നിലനിന്നാലേ, ആ അറിവ് നിലനിന്നാലേ ഈ ലോകത്തിന് ഉയർച്ചയുണ്ടാവുള്ളൂ, ഉത്കർഷമുണ്ടാവുള്ളൂ. അപ്പോൾ ഈ വേദങ്ങള് എന്താണ്? ഋഗ്വേദം എന്ന് പറഞ്ഞാൽ സ്തുതിപ്രധാനമായിട്ടുള്ളതാണ്, കർമ്മപ്രധാനമായിട്ടുള്ളതാണ് യജുർവേദം, ഗാനപ്രധാനമായിട്ടുള്ളതാണ് സാമവേദം, മറ്റ് വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അഥർവവേദം. അപ്പൊ ആ വേദങ്ങള് ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അതിലുള്ള ആശയങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകാതെ കൊണ്ട് വന്നപ്പോ അതിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതുണ്ടായത്. അപ്പൊ ഇത്തരത്തിലുള്ളതായ വലിയ ഒരു പാരമ്പര്യം അവിടെ കിടന്നിട്ടും ഈ അർത്ഥത്തെ മനസ്സിലാക്കാതെ കണ്ട് പോകുമ്പോൾ അവരെ അതിലേക്ക് യോജിപ്പിക്കാൻ ഒരു ആചാര്യ ശ്രേഷ്ഠന്റെ ഒരു സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതത്തിലെ ഈ അധ്യാത്മ ക്ഷേത്രത്തിന് ഒരു നാശം ഉണ്ടാവരുത് വെച്ചിട്ടാണ് അദ്ദേഹം 4 മൂലകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചത്. അതില് പുരി എന്നുള്ളതായ ഋഗ്വേദത്തെ പിന്തുടരുന്നതായ മഠത്തില് 2 പേരുകൾ അവിടെ നിർദ്ദേശിച്ചു. വനം, അരണ്യം എന്നുള്ളതായ പേര്. രണ്ടും കാടിന്റെ പേരാണ്. വന എന്നുള്ളതിന് ചെറിയ ഒരു കാട്, അരണ്യം എന്ന് പറഞ്ഞാൽ വൻകാട് എന്ന് അർത്ഥം എടുക്കുക. അപ്പൊ ആ കാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു നിർദ്ദേശമാണ് അവിടെ നൽകണതെന്ന് നമുക്ക് സാമാന്യമായിട്ട് ചിന്തിക്കാം. ശൃംഗേരിയില് യജുർവേദമാണ് എന്ന് പറഞ്ഞുല്ലോ. ആ യജുർവേദത്തെ പിന്തുടരുന്നതായ സന്യാസിമാർക്ക് അദ്ദേഹം 3 പേരുകളാണ് നിർദ്ദേശിച്ചത്: ഭാരതി, സരസ്വതി, പുരി എന്നുള്ളത്. ഇപ്പൊ അറിയാം, വിധുശേഖര ഭാരതി, അതേപോലെ ഭാരതി തീർത്ഥ എന്നുള്ള അവരാണ് ഇപ്പോഴത്തെ ആചാര്യന്മാരായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഭാരതി എന്നുള്ളത്, അതേപോലെ സരസ്വതി എന്നുള്ളതായ പേര്, അതേപോലെ പുരി എന്നുള്ളതായ പേര്. ഈ 3 പേരുകളാണ്. ഭാരതി സരസ്വതി തന്നെയാണ്. അപ്പോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു നിർദ്ദേശമാവാം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെച്ചാൽ നമുക്ക് സങ്കല്പിക്കാം. അതേപോലെ തന്നെ സാമവേദവുമായി ബന്ധപ്പെട്ടതായ ദ്വാരകാ മഠത്തില് തീർത്ഥം, ആശ്രമം എന്നുള്ളതായ 2 പേരുകളാണ് നൽകിയത്. അറിയാം, അനവധി തീർത്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. ഈ തീർത്ഥങ്ങളെയും ഇതേപോലെ ആശ്രമങ്ങളെയും പരിരക്ഷിക്കേണ്ടതിന്റെ ആ ഒരു ചുമതല ഇദ്ദേഹത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. ദ്വാരക അധിപന്മാർക്ക്. അതേപോലെ ജോഷി മഠം, ബദരി
ഈ പിന്തുടർന്നുകൊണ്ട് അവിടെ അദ്ദേഹം സ്ഥാപിച്ചതായ മഠമാണ്. അതിന് അഥർവവേദത്തെ പിന്തുടരുന്നതായ ആ മഠത്തില് 3 പേരുകളാണ്. ഒന്ന് സാഗരം, ഒന്ന് പർവ്വതം, ഒന്ന് ഗിരി എന്നുള്ളതായ 3 പേരുകളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. പുരി എന്നുള്ളതായ ആ മഠത്തില് വനം, അരണ്യം എന്നുള്ളതായ 2 പേരുകള്. ശൃംഗേരി മഠത്തിന് ഭാരതി, സരസ്വതി, പുരി എന്നുള്ളതായ 3 പേരുകള്. ദ്വാരകാ മഠത്തിന് തീർത്ഥം, ആശ്രമം എന്നിങ്ങനെ 2 പേരുകള്. ജ്യോതിർമഠത്തിന് സാഗരം, പർവ്വതം, ഗിരി എന്നുള്ളതായ 3 പേരുകള്. അങ്ങനെ ഈ 4 മഠങ്ങൾക്ക് കൂടിയിട്ട് 10 പേരുകള് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതില് പല പാരമ്പര്യവും ഇടയിൽ വച്ച് മുറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ശൃംഗേരി മഠത്തില് ഇതുവരെ അങ്ങനെ ഒരു പിന്തുടർച്ച മുറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ജ്യോതിർമഠത്തില് കുറെ കാലം ആചാര്യന്മാരൊന്നും ഉണ്ടായില്ല. 150 കൊല്ലത്തോളം ആചാര്യന്മാരുണ്ടായില്ല. പിന്നെ കരപത്ര സ്വാമി തുടങ്ങിയിട്ടുള്ളവർ ചേർന്നിട്ടാണ് വീണ്ടും അവിടെ ആചാര്യന്മാര് ഉണ്ടായി. ഇന്ന് അത് പിന്തുടർന്ന് പോകുന്നുണ്ട്. അപ്പോ ആ ഒരു പേരുകള് എന്തിനു നൽകി എന്ന് ഒന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതിൽ നേരത്തെ പറഞ്ഞു, തീർത്ഥം, ആശ്രമം എന്നിങ്ങനെ 2 പേരുകളാണ് പുരി എന്നുള്ളതായ മഠത്തിന് നൽകിയത്. അതിൽ തീർത്ഥ എന്ന പദത്തിന് പറയുന്നു, ത്രിവേണി സംഗമേ തീർത്ഥേ തത്വമസ്യാദിലക്ഷണേ സ്നായാൽ തത്വാർത്ഥഭാവേന തീർത്ഥനാമ സൗച്യതേ. ത്രിവേണി സംഗമേ തീർത്ഥേ. സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക. 3 നദികള് തമ്മിൽ കൂടിച്ചേരുന്നത്. പ്രയാഗത്തിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഒത്തിരി. അപ്പോ കൂടിച്ചേരല്. അപ്പോ ആ സംഗമത്തില് എങ്ങനെയുള്ളതായ സംഗമം? ത്രിവേണി സംഗമം. 3 കെട്ടുകള് അവിടെ കൂടിച്ചേരുന്നു. അപ്പോ അങ്ങനെയുള്ളതായ തീർത്ഥത്തില് തത്വമസ്യാദിലക്ഷണേ, തത്വമസി എന്നുള്ളതായ മഹാവാക്യം അത് നീ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതായ ലക്ഷണത്തോടു കൂടിയതായ തീർത്ഥത്തില് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ്? ത്രിദണ്ഡങ്ങള്, ശരീരം, മനസ്സ്, വാക്ക് എന്നുള്ളത്. ഇത് 3ഉം കൂടിച്ചേരുന്നു. എവിടെ? ഒരേ ഒരു ചൈതന്യത്തില്. അതിനെ ബോധിപ്പിക്കുന്ന മഹാവാക്യമാണ് തത്വമസി എന്നുള്ളത്. അപ്പൊ തത്വമസി എന്നുള്ളതായ മഹാവാക്യത്തെ സൂചിപ്പിക്കുന്ന മഹത്തായ തീർത്ഥത്തില് സ്നായാൽ കുളിക്കുക. എന്നിട്ടോ ഏത് ഭാവനയോട് കൂടിയിട്ടാ കുളിക്കേണ്ടത്? എന്റെ എല്ലാ മാലിന്യവും പോയി ശുദ്ധാവണേ എന്നാണ് ഓരോരോ തീർത്ഥത്തിലും കുളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഭാവന. അപ്പോ ആ തത്വം ഞാൻ തന്നെയാണെന്നുള്ള ഭാവനയോടുകൂടി ആരാണോ ഈ തീർത്ഥത്തിൽ കുളിക്കുന്നത് അവന് പറയുന്ന പേരാണ് തീർത്ഥം എന്നുള്ളത്. നോക്കൂ, എന്തൊരു വിശാലമായൊരു ഭാവനയാണ്. വെള്ളത്തിലെ മുങ്ങി കുളിക്കുമ്പോ നമ്മുടെ എല്ലാ പാപവും ഇല്ലാണ്ടിയാവുന്നു. അപ്പോൾ ശരീരബോധം, ഇന്ദ്രിയബോധം തുടങ്ങിയിട്ടുള്ളതായ നമ്മൾക്ക് വിഘാതം, നമ്മുടെ അറിവിന് വിഘാതം സൃഷ്ടിക്കുന്നതായ ആ ബോധങ്ങളെല്ലാം ഒലിച്ചുപോയി ആത്മബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആരാണോ ശ്രമിക്കുന്നത് അവന്റെ പേരാണ് തീർത്ഥം എന്നുള്ളത്. ഇനി ആശ്രമം എന്നുള്ളതായ പേര്. ആശ്രമഗ്രഹണേ പ്രൗഢ ആശാപാശ വിവർജിത യാതായാത വിനിർമുക്ത ഏവ ആശ്രമ ഉച്യതേ. ഇങ്ങനെയുള്ള ആളെയാണ് ആശ്രമം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ആശ്രമഗ്രഹണേ? ആശ്രമത്തെ സ്വീകരിക്കാൻ. ഇപ്പോ സന്യാസം സ്വീകരിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മചാരിയായിട്ട് വേദാഭ്യാസമൊക്കെ കഴിഞ്ഞ് നേരിട്ട് പ്രവേശിക്കാം. അല്ലെങ്കിൽ ഗൃഹസ്ഥനായി പിന്നെ വാനപ്രസ്ഥനായി ക്രമേണ സന്യാസിയായിട്ട് മാറാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആശ്രമഗ്രഹണേ, ആശ്രമം സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോ പ്രൗഢ, നല്ല ഭാവഗംഭീരനായിട്ട് ആയിരിക്കണം. വേണ്ട പോലെ അറിവ് നേടിയവനാവണം. ആത്മജ്ഞാനത്തിലേക്ക്
കടക്കാനുള്ള മോഹത്തോടു കൂടിയിട്ട് ഇരിക്കുന്നവനാവണം. പോരാ, ആശാപാശ വിവർജിത, ആശയാകുന്ന കെട്ടുപാടിൽ നിന്ന് മുക്തനായവനാവണം. മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചതായ സാധുവാവണം. വരാൻ പോകുന്നതും ഇനി വരുന്നതുമായ ഒരു വിഷയവും തന്നെ ബാധിക്കില്ല എന്നുള്ള ആ സ്ഥിരബുദ്ധി, ഐക്യബുദ്ധി ആർക്കാണോ ഉള്ളത് അവന് പറയുന്ന പേരാണ് ആശ്രമം എന്നുള്ളത്. ഇതാണ് ആ പുരി എന്നുള്ളതായ തീർത്ഥത്തിലുള്ള രണ്ട് സന്യാസിമാർക്ക് പറയുന്ന പേരുകളുടെ അർത്ഥം. ഇനി വനം, അരണ്യം എന്നുള്ളതായ രണ്ട് പേരുകൾ കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. അവരുടെ ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. സാമാന്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കടക്കാം. വനം എന്നുള്ളതായ ആ പദത്തിന് പറയണു സുരമ്യേ നിർജനേ സ്ഥാനേ വനേ വാസം കരോതിയഃ ആശാപാശ വിനിർമുക്തോ വന നാമസൗച്യതേ. സുരമ്യേ, മനോഹരമായ, നിർജനേ സ്ഥാനെ, ജനങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട്, വനത്തിൽ ആരാണോ താമസിക്കുന്നത്, വനത്തിൽ താമസിക്കുമ്പോൾ ആശാപാശ വിനിർമുക്തനാവണം. ആശകളിൽ നിന്ന് മുക്തനാവാൻ സാധിക്കണം. അങ്ങനെ ആശകളിൽ നിന്ന് മുക്തനായ വ്യക്തിക്ക് അവിടെ പറയുന്ന പേരാണ് വനം എന്നുള്ളത്. ആശകളെ നിയന്ത്രിച്ചവനാവണം. ഇതേപോലെ അരണ്യം എന്നുള്ളതായ പേര്, അരണ്യേ സംസ്ഥിതോ നിത്യം ആനന്ദേ നന്ദനേ വനേ ത്യക്ത്വാ സർവമിദം വിശ്വം അരണ്യം പരികീർത്യതേ. ഈ അരണ്യത്തിലെ, കാട്ടിൽ താമസിക്കുമ്പോൾ ആനന്ദത്തോടു കൂടിയിട്ട്, നന്ദന വനത്തിലെ, സ്വർഗത്തിലെ വനാണ് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെ വനമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ആ നന്ദനവനത്തിൽ ഇരിക്കുന്നത് പോലെ ആനന്ദത്തിൽ മുഴുകി ജീവിക്കാൻ ആർക്കാണോ സാധിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് തടസ്സമായി നിൽക്കുന്നത് ഈ ലൗകികമായ ആഗ്രഹങ്ങളാണ്. ത്യക്ത്വാ സർവമിദം വിശ്വം, ഈ കാണുന്ന സംസാരത്തെയും ലൗകിക വിഷയങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആനന്ദിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവന് പറയണ പേരാണ് അരണ്യം എന്നുള്ളത്. ഇനി ഗിരി എന്നുള്ളതായ പേര്, വാസോ ഗിരിവനേ നിത്യം ഗീതാധ്യയന തൽപര ഗംഭീരാചല ബുദ്ധിശ്ച ഗിരിനാമാസൗച്യതേ. ഇവന്റെ പേരാണ് ഗിരി എന്നുള്ളത്. എങ്ങനെയുള്ള ആള്? ഗംഭീര അചല ബുദ്ധി, നല്ല ഗംഭീരമായ, ഉയർന്നതായ, ഉന്നതമായ അചല ബുദ്ധി, ചലിക്കാത്ത ബുദ്ധി, സ്ഥിരബുദ്ധി ആർക്കാണോ ഉള്ളത് അവനെയാണ് ഗിരി എന്ന് പറയുന്നത്. അവൻ എവിടെയാ താമസിക്കുന്നത്? വാസോ ഗിരിവനേ നിത്യം, പർവ്വതങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായ വനത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്താണ് ചോദിച്ചാൽ ഗീതാധ്യയന തൽപര, ഗീതാധ്യയന തൽപരനായിക്കൊണ്ട്. ഗീത അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. അർജുനന്റെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതായ ആ കർത്തവ്യ ബോധത്തെ അദ്ദേഹത്തിന് ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതായ ഒരു ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം എന്ന് പറയുന്നത്. ആ ഗീതയെ അധ്യയനം ചെയ്തുകൊണ്ട് അർജുനോട് പറയണ്ട അവിടെ രണ്ട് കാര്യം. അർജുന, എന്താ, നിന്റെ രണ്ട് ദോഷങ്ങളുണ്ട്. എന്താണ്? നീ പണ്ഡിതനെ പോലെ അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാപാദാംശ്ച ഭാഷസേ. നിനക്ക് സ്വതവേ അറിവില്ല, എന്നിട്ടോ നീ അറിവുള്ളവനെ പോലെ പറയണു. അപ്പൊ അറിവില്ലായുണ്ട്, അറിവുള്ളവൻ എന്നുള്ളതായ ഭാവവുമുണ്ട്. ഈ രണ്ടും നിനക്ക് ദോഷമുള്ളതാണ്. ഇത്തരത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതായ ദോഷങ്ങളെ അകറ്റിക്കൊണ്ട് ആരാണോ ഗീതയെ അധ്യയനം ചെയ്തുകൊണ്ട് സ്ഥിരബുദ്ധിയായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്താണ്? ആരാണ് സ്ഥിതപ്രജ്ഞൻ എന്നുള്ളതായ ലക്ഷണം? ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവന്റെ പേരാണ് ഗിരി എന്നുള്ളത്. ഇനി പർവ്വതം എന്നുള്ളതായ പേര്, വസൻ പർവ്വതമൂലേഷു പ്രൗഢം ജ്ഞാനം വിഭർത്തിയ. പർവ്വതത്തിന്റെ മൂലത്തിലിരുന്ന്, അതിന്റെ അടിത്തട്ടിലിരുന്നു കൊണ്ട് പ്രൗഢമായ ജ്ഞാനത്തെ ആരാണോ ധരിക്കുന്നത്, ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ് എന്നുള്ളതായ സാരാസാര ജ്ഞാനം, നിത്യാനിത്യ ജ്ഞാനം,
എന്ന് പറയുന്ന വേണ്ടതും വേണ്ടാത്തതുള്ളതായ തിരിച്ചറിവ്, ആ തിരിച്ചറിവോടുകൂടി ആ ആത്മബോധത്തോടുകൂടി ആരാണോ ജീവിക്കുന്നത്, പർവ്വതത്തെ പോലെ ഉന്നതമായ അചഞ്ചലമായ ബോധത്തോടു കൂടിയിരിക്കുന്ന സന്യാസിക്ക് പറയണ പേരാണ് പർവ്വതം എന്നുള്ളത്. അതേപോലെ തന്നെ സാഗരം എന്നുള്ളതായ പേര് അതവിടെ പറയുന്നു. തത്വ സാഗര ഗംഭീര ജ്ഞാന രത്ന പരിഗ്രഹ. സമുദ്രത്തിൽ അനവധി രത്നങ്ങൾ ഉണ്ടാവും. അതേപോലെ രത്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു പേര് സമുദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ തത്വങ്ങളാകുന്നതായ സമുദ്രത്തിൽ ആഴ്ന്നിറങ്ങി ആ ജ്ഞാനമാകുന്ന മൊഴിമുത്തുകള്, ജ്ഞാനമാകുന്ന മുത്തുകളെ നേടിയെടുത്ത ആൾക്കാർക്ക് പറയുന്ന ആ പേരാണ് സാഗരം എന്നുള്ളത്. അതിനവിടെ ഒരു 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 നിർദ്ദേശം കൂടി കൊടുക്കുന്നുണ്ട്. മര്യാദാംബൈ ന ലംഘ്യേത. മര്യാദകളെ, സമുദ്രം ആർത്തലച്ച് ചിലപ്പോൾ കരയിലേക്കൊക്കെ കയറി വരാം. അപ്പൊ അങ്ങനെ കയറി വരാതെ കണ്ടിരിക്കാൻ ഒരു പരിധി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പരിധികൾ വച്ച് സംസാരത്തെ പോലെ വിശാലമാണ് എങ്കിലും അതിനൊരു പരിമിതിത്വമുണ്ട്. ഈ കാണുന്ന സംസാര സാഗരത്തിന് പരിമിതിയുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആരാണോ ജീവിക്കുന്നത് അവന്റെ പേരാണ് സാഗരം എന്നുള്ളത്. അത് കഴിഞ്ഞ ശൃംഗേരിയിലെ സ്വാമിമാർക്ക് പറയുന്ന പേരാണ് നേരത്തെ പറഞ്ഞല്ലോ, സരസ്വതി, ഭാരതി, പുരി എന്നുള്ളത്. അത് സരസ്വതി എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക്, അക്ഷരദേവതയാണ്. സ്വരജ്ഞാനരതോ നിത്യം സ്വരവാദി കവീശ്വര സംസാര സാഗരാസാര അഹന്ത സോഹി സരസ്വതി. അഹന്തയെ ഇല്ലാതെ കണ്ടാക്കി സംസാര സാഗരത്തില് ഉയർന്ന പൊങ്ങി അലയടിക്കുന്നതായ ആ അഹന്താബോധത്തെ ഇല്ലാണ്ടിയാക്കി സ്വരജ്ഞാനരതനായിട്ട് ഓരോരോ സ്വരങ്ങളുടെയും അർത്ഥബോധം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഋഷീശ്വരന് പറയണു സരസ്വതി എന്നുള്ളതായ പേര്. അതേപോലെ ഭാരതി, വിദ്യാഭരേണ സമ്പൂർണ. അദ്ദേഹത്തിന് ഭാരമുണ്ട്. ആ ഭാരം വിദ്യയാണ്. വിദ്യയാകുന്ന ഭാരം കൊണ്ട് പൂർണ്ണനായവൻ, മറ്റ് ഭാരങ്ങളെയെല്ലാം ഉപേക്ഷിച്ചവൻ. ദുഃഖഭാരം ആർക്കാണോ ഇല്ലാതെ കണ്ടിരിക്കുന്നത് അവന് പറയണ പേരാണ് ഭാരതി എന്ന്. വിദ്യാഭരേണ സമ്പൂർണ സർവഭാരം പരിത്യജൻ ദുഃഖഭാരം ന ജാനാതി ഭാരതി പരികീർത്യതേ എന്നുള്ള ആ ഋഷീശ്വരന് ഭാരതി എന്നുള്ളതായ പേര് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഭാരതി എന്നുള്ള പേര് സ്വീകരിക്കുമ്പോൾ ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ജീവിക്കാൻ എന്നുള്ളതായ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇനി 10ാമത്തെ പേര് പുരി എന്നുള്ളത്. പുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നവദ്വാരേ പുരേ ദേഹി. 9 ദ്വാരങ്ങളോടുകൂടിയ ഈ പുരം ശരീരം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പറയണു പൂരിപ്പിക്കേണ്ടത് എന്താണോ അതാണ് പുരം. അപ്പോ ഇതില് ഈ കാണുന്നതായ ശരീരത്തില് ദേഹാഭിമാനത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് ഒരു ചൈതന്യമുണ്ട്. ഈ ശരീരമല്ല നീ, അതിന്റെ അപ്പുറത്തുള്ള ഒരു ചൈതന്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ആ ബോധത്തെ പകർന്നു കൊടുക്കുന്ന ആൾക്ക് പറയണ പേരാണ് പുരി എന്നുള്ളത്. ജ്ഞാനതത്വേന സമ്പൂർണ പൂർണ്ണതത്വപദേ സ്ഥിത. പരിപൂർണമായ ബ്രഹ്മപദത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ജ്ഞാനതത്വത്തെ വേണ്ടും വണ്ണം നേടിയെടുത്തവനും പരബ്രഹ്മരത, പരബ്രഹ്മത്തിൽ രമിക്കുന്നവനുമായ ആ സന്യാസിക്ക് കൊടുക്കേണ്ടതായ പേര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു പുരി എന്നുള്ളത്. അപ്പോൾ ആ 10 പേരുകള് അതിൻ്റെ ഒരു സാമാന്യമായൊരു അർത്ഥത്തെ ഞാനിവിടെ സൂചിപ്പിച്ചു. ഇനി ഈ 4 മഠങ്ങള് അവിടെ പറയുമ്പോൾ ഇദ്ദേഹം കേവലം വേദത്തെ മാത്രമല്ല, വേദത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതായ പല പല നിർദ്ദേശങ്ങളും ഇതിനോടൊപ്പം അദ്ദേഹം കൂട്ടിവെക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം. ഇപ്പോ ഗോവർദ്ധന മഠം അത് പുരിയിലുള്ളതാണ്. അപ്പൊ ആ പുരിയില് ഇവിടെ ഋഗ്വേദത്തെയാണ് നേരത്തെ പറഞ്ഞുല്ലോ,
അത് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഋഗ്വേദ സംരക്ഷണമാണ് ഗോവർദ്ധന മഠത്തിന്റെ ലക്ഷ്യമാക്കി അവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അതിലെ പറഞ്ഞിരിക്കുന്ന മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഐതരേയോപനിഷത്തിൽ പറഞ്ഞതായ ഒരു മഹാവാക്യമാണ്. പ്രജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം, ഈ പേരുകളെല്ലാം പ്രജ്ഞാനമാണ്. ഇതെല്ലാം പ്രജ്ഞാനത്തിന്റെ സ്വരൂപമാണ്. ഇപ്പോൾ ഓരോരോ മനുഷ്യൻ എന്ന് പറഞ്ഞാലും മൃഗം എന്ന് പറഞ്ഞാലും എല്ലാം പ്രജ്ഞാനം തന്നെയാണ്. അപ്പോൾ കാണുന്നതെല്ലാം ഈശ്വരൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹാവാക്യം അവിടെ പ്രയോഗിച്ചത്. ആ ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഗോവർദ്ധന മഠം. അതിലെ പുരുഷോത്തമ ക്ഷേത്രം, അവിടുത്തെ ദേവത ഏതാ നമുക്കറിയാം, ജഗന്നാഥനാ. പുരി ജഗന്നാഥനാണ് അവിടുത്തെ ദേവത. അവിടുത്തെ ദേവി വിമലാദേവിയാണ്. ആദ്യത്തെ അവിടുത്തെ ആചാര്യനായിട്ട് ശങ്കരാചാര്യൻ നിർദ്ദേശിച്ചത് സനന്ദനെയാണ്, അതായത് പത്മപാദര് അല്ലേ. ആചാര്യന്റെ വാക്ക് കേട്ട് ആ വാക്കിനെ വിശ്വസിച്ച് വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ച് കാലിന്റെ അടിയിലെ പത്മങ്ങൾ വന്നപ്പോ അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് പത്മപാദര് എന്നുള്ളത്. പഞ്ചപാദിക എന്നുള്ളതായ ഒരു ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം എഴുതേണ്ടായിട്ടുണ്ട്. അതേപോലെ അപ്പോൾ ആ പത്മപാദരെയാണ് അവിടുത്തെ മഠാധിപതിയായിട്ട് ആദ്യം നിർദ്ദേശിച്ചത്. അങ്ങനെ ഈ ആചാര്യന് 2 പേരുകൾ നൽകി എന്ന് നേരത്തെ പറഞ്ഞു, വനം, ഗിരി എന്നുള്ളത്. അവിടെ ആചാര്യനിൽ നിന്ന് ഈ ദീക്ഷ സ്വീകരിക്കാൻ എത്തിച്ചേരുന്നതായ ബ്രഹ്മചാരിക്ക് പറയണ പേരാണ് പ്രകാശം എന്നുള്ളത്. അപ്പൊ ആർക്കൊക്കെ ഈ പ്രകാശ എന്ന് അവസാനിക്കുന്നുണ്ടോ അവരെല്ലാം ഈ ഗോവർദ്ധന മഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഇപ്പോ ഇവിടെ വന്നില്ലേ, ഇപ്പോ നമ്മുടെ ജുനാഖാഡയുടെ അധിപനായിട്ട് ആനന്ദവനം. അപ്പൊ ആ വനം എന്നുള്ളതെല്ലാം ഈ ഗോവർദ്ധന മഠവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദം ഋഗ്വേദമാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ അതിനും ഒരു ഗോത്രം കൽപ്പിക്കുന്നുണ്ട്, കശ്യപ ഗോത്രം. കാശ്യപ ഗോത്രമാണ് ഈ ഗോവർദ്ധന മഠത്തിലുള്ളവര്. അപ്പൊ അതിന് ഒരു പരിധി കൽപ്പിച്ചു എന്നർത്ഥം പറഞ്ഞല്ലോ. അംഗരാജ്യം, വംഗരാജ്യം, കലിംഗരാജ്യം, മഗധം, ഉൽക്കലം, ബർബരം തുടങ്ങിയിട്ടുള്ളതായ തെക്കുഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഠത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന് സമ്പ്രദായം ഏതെന്ന് ചോദിക്കുമ്പോൾ ഭോഗവാരം എന്നാണ് പറയുന്നത്. ഭോഗവാരമാണ് ഇവിടുത്തെ സമ്പ്രദായം. ഭോഗം എന്ന് പറഞ്ഞ വിഷയം എന്നല്ലേ? അതെ, ഭോഗോ വിഷയ ഇത്യുക്ത വാര്യതേ ഏന ജീവിനാം. ജീവികൾക്ക് ഭോഗവിഷയമല്ല വേണ്ടേ എന്ന് പറഞ്ഞുകൊടുത്ത് അവരെ ആ ജ്ഞാനത്തിന്റെ അപാരതയിലേക്ക് ആരാണോ നയിക്കുന്നത്, ആ സമ്പ്രദായത്തെ സ്വീകരിക്കുന്ന യതിമാർക്ക്, സന്യാസിമാർക്ക് ഉള്ള ആ സമ്പ്രദായത്തെയാണ് ഭോഗഭാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ഏത് ഗോവർദ്ധന മഠത്തിലുള്ളതായ ആചാര്യന്മാര്. അതേപോലെ ബ്രഹ്മചാരിയുടെ പേര് പ്രകാശം എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വയം ബോധ്യമായിക്കൊണ്ട് യോഗയുക്തികളിലൂടെ തൻ്റെ ആ അവബോധം, താൻ ആ ചൈതന്യം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തത്വജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതായ വ്യക്തി എന്നർത്ഥത്തില് പ്രകാശം എന്നുള്ളതായ പേര് ബ്രഹ്മചാരിക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിലെ എല്ലാ തീർത്ഥങ്ങള് അത് അവിടെ ഇത് സമുദ്രമാണ്, സമുദ്ര സ്നാന പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ കൊടുത്തിരിക്കുന്നത് 2 പേരുകളെ, വനം, അരണ്യം എന്നുള്ളതാണ്. ഇപ്പോൾ വനത്തെ സംരക്ഷിക്കണം, അരണ്യവാസികളായിട്ടുള്ളവരെ സംരക്ഷിക്കണം എന്നുള്ളത് അവരുടെ കർത്തവ്യമായിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ ജ്യോതിർമഠം വടക്ക് ഭാഗത്ത്, ബദരികാശ്രമമാണ് അതിൻ്റെ സ്ഥാനം. അതിൻ്റെ പേര് ജ്യോതിഷ്മാൻ മഠം, ജ്യോതിർമഠം. ഇന്ന് നമ്മൾ ജോഷി മഠം എന്ന് വിളിക്കുന്നു. അവിടെയുള്ള സന്യാസിമാരുടെ പേര് ഗിരി. നമുക്കറിയാം ഹിമാലയത്തിന്റെ ആ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ പർവ്വതങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗിരി, പർവ്വതം, സാഗരം എന്നുള്ളതായ 3 പേരുകളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അവിടുത്തെ സമ്പ്രദായം ആനന്ദ സമ്പ്രദായം, ആനന്ദവാരം എന്നാണ് പറയുക. എന്താണ് ആനന്ദവാരം എന്ന് പറഞ്ഞാൽ? എന്താ? ആനന്ദോ ഹി വിലാസശ്ച വാര്യതേ യേന ജീവിനാം. ആഗ്രഹങ്ങൾ ഉണ്ടാവും മനുഷ്യന്. അപ്പൊ ആ ആഗ്രഹങ്ങള് ഇല്ലാണ്ടിയായി ഏകാന്തതയിൽ രമിക്കാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക്
കൊടുക്കുന്ന പേരാണ് ആനന്ദം എന്നുള്ളത്. അപ്പൊ ആ ആനന്ദ സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. അതേപോലെ ബദരി ക്ഷേത്രമാണ്. ആ ബദരി നാരായണനാണ് അവിടുത്തെ ദേവത. പൂർണാഗിരി എന്നുള്ളതായ ദേവിയെയാണ് അവിടെ ആരാധിക്കുന്നത്. ആദ്യത്തെ ആചാര്യൻ തോടകാചാര്യനാണ്. ബ്രഹ്മചാരിക്ക് പറയണ പേര് ആനന്ദൻ. ഇപ്പൊ ഈ ആനന്ദ ശബ്ദം വരുന്നത് ഈ ജ്യോതിർമഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. അല്ലെങ്കിൽ ആ ബ്രഹ്മചാരി ഏത് പേര് സ്വീകരിക്കണോ ആ ഒരു സമ്പ്രദായത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഇന്ന് പല ദിക്കിലും ആനന്ദ ശബ്ദങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഗോലോകാനന്ദ തുടങ്ങിയിട്ടുള്ള രാമകൃഷ്ണ മഠം, ഇതെല്ലാം പുരി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ അത് പറയുന്നുണ്ട്, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന ആ വേദവാക്യത്തെ മുറുകെ പിടിക്കണ ആ ബ്രഹ്മചാരിക്ക് ആനന്ദൻ എന്നുള്ളതായ പേര്. അഥർവ വേദമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ തീർത്ഥം അളകനന്ദ നദിയാണ്. മഹാവാക്യം അയമാത്മാ ബ്രഹ്മ എന്നുള്ളത്. ഭാർഗവഗോത്രം. ഇവർക്ക് കുരു ദേശം, കാശ്മീര ദേശം, കാംബോജ ദേശം, പാഞ്ചാല ദേശം അങ്ങനെയുള്ള വടക്ക് ഭാഗത്തെ സംരക്ഷണമാണ് ഈ ജ്യോതിർമഠത്തിലുള്ളവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. പിന്നെ ഈ തെക്ക് ഭാഗത്ത് ശൃംഗേരി മഠം, ശൃംഗഗിരി എന്നാണ് ശൃംഗേരി ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതിന്റെ മഠത്തിന്റെ അധിപതിക്ക് ഭാരതി, സരസ്വതി, പുരി എന്നുള്ളതായ പേരുകൾ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ സമ്പ്രദായം ഭൂരി സമ്പ്രദായം, ഭൂരിവാരം എന്നാണ് പറയുന്നത്. ഭൂരി എന്നുള്ള ശബ്ദം കൊണ്ട് സുവർണം, സമ്പത്ത് എന്ന് പറയുന്നു. സമ്പത്ത് ഉപേക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് അവിടെ നൽകണത്. ആരാണോ സമ്പത്തിനോട് ആഗ്രഹമില്ലാതെ കണ്ട് ജീവിക്കുന്നത് അവരെയാണ് ഈ ഭൂരിവാരികൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ബ്രഹ്മചാരിക്ക് ചൈതന്യൻ എന്ന് പേര് കൊടുക്കുന്നു. എന്താണ് പറയണത്? ചിന്മാത്രം ചൈത്യരഹിതം അനന്തം അജരം ശിവം യോ ജാനാതി. ആ ശിവസ്വരൂപത്തെ മനസ്സിലാക്കുന്നവൻ ആരാണോ അവൻ അതാ ചൈതന്യൻ എന്നുള്ളതായ പേരോടുകൂടി. ഇവിടുത്തെ ക്ഷേത്രം രാമേശ്വരാണ്. ആദിവരാഹമൂർത്തിയാണ് ദേവൻ. കാമാക്ഷി ദേവി. ആദ്യത്തെ ആചാര്യൻ ഹസ്താമലകൻ. യജുർവേദമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. തുംഗഭദ്രാ നദിയുടെ തീരത്താണ് ഈ ആശ്രമം. അതുകൊണ്ട് അവിടുത്തെ തീർത്ഥം തുംഗഭദ്രാ നദി. മഹാവാക്യം എന്നുള്ളത് യജുർവേദത്തിലെ മഹാവാക്യമായ അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. അപ്പൊ അതിന്റെ പരിധി എവിടെ വെച്ചാൽ ആന്ധ്ര, അതേപോലെ കർണാടകം, ദ്രാവിഡ തമിഴ്നാട് ദേശം, കേരള ദേശം, തെക്ക് അതിർത്തി മുഴുവനും ഈ ശൃംഗേരി മഠത്തിന്റെ അധീനതയിൽ ആണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇനി ഒരു മഠം കൂടി ഉണ്ടല്ലോ, കാളികാ മഠം എന്നുള്ളതായ ദ്വാരകയിലുള്ളതായ മഠം. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരപതി എന്നാണ് സ്ഥാനം. ആ മഠത്തിന്റെ പേര് കാളികാ മഠം. മഠത്തിലെ ആചാര്യന്മാർക്ക് തീർത്ഥം, ആശ്രമം എന്ന് 2 പേര് കൊടുക്കുന്നു. ഇവിടുത്തെ സമ്പ്രദായം കീടസംഹാരം എന്നാണ് പറയുക. കീടസമ്പ്രദായം എന്ന് പറയുന്നു. കാരണം ജന്തുക്കളെയാണ് കീടങ്ങള് എന്ന് പറയുന്നത്. അപ്പൊ ആ ജന്തുക്കളോടുള്ള കാരുണ്യത്തോടു കൂടി ജീവിക്കുന്നവര് ഭൂതാനുകമ്പയാ നിത്യം, ഭൂതാനുകമ്പയോടുകൂടി ജീവിക്കുന്ന ആ സമ്പ്രദായത്തെ ആണ് അവിടെ കീടവാരം എന്ന് പറയണത്. ഇവിടുത്തെ ബ്രഹ്മചാരിയുടെ പേര് സ്വരൂപം എന്നുള്ളത്. ക്ഷേത്രം ദ്വാരക, ദേവൻ സിദ്ധേശ്വരൻ, ദേവി ഭദ്രകാളി. ആദ്യത്തെ അവിടുത്തെ ആചാര്യൻ നേരത്തെ പറഞ്ഞു സുരേശ്വരനാണ്. വേദം സാമവേദം. മഹാവാക്യം സാമവേദത്തിലുള്ള ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി എന്നുള്ളത്. ഗോമതി നദീ തീരം, അതാണ് ഏറ്റവും വലിയ തീർത്ഥമായിട്ട് അവിടെ കണ്ടിട്ടുള്ളത്. സിന്ധു, സൗവീര, സൗരാഷ്ട്ര, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള മധ്യ ഭാരതം ആണ് ഇതിന്റെ അതിർത്തിയായിട്ട് കണക്കായിട്ടുള്ളത്. അതേപോലെ അഗ്നിഗോത്രം, അവിഗത ഗോത്രം എന്നാണ് അവിടെ പേര് പറഞ്ഞിരിക്കുന്നത്. അവിഗത എന്നുള്ള അഗ്നി എന്നാണ്. അഗ്നിഗോത്രമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ 4 മഠങ്ങൾ കൂടാതെ കണ്ട ആചാര്യസ്വാമികളുടേതായിട്ട് കാശിയിലെ ഒരു സുമേരു മഠത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഊർധ്വ ആമനായം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ
സ്വാത്മാമനായം, അത് കഴിഞ്ഞ് ജംബൂദ്വീപാമനായം എന്നിങ്ങനെ 7 ആമനായങ്ങൾ, മഠാമനായങ്ങൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ജംബൂദ്വീപാമനായം, ജംബൂദ്വീപിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കാണ് ഭാരതം. ആ ഭാരതത്തില് ആത്മബോധത്തോടുകൂടി ആരാണോ ജീവിക്കുന്നത്, ഞാൻ ആ ചൈതന്യം തന്നെയാണെന്നുള്ള തത്വത്തോടു കൂടി ജീവിക്കുകയാണ് വേണ്ടത്. ഇതാണ് നമുക്കുള്ളതായ നിർദ്ദേശമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ധർമ്മ പ്രചാരണത്തിനു വേണ്ടി ഈ ഭാരതത്തിലുടനീളം സഞ്ചരിച്ചതായ ആചാര്യൻ കൈലാസത്തിൽ നിന്ന് 5 ശിവലിംഗങ്ങൾ കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അത് ഒന്ന് നേപ്പാളിലെ നീലകണ്ഠ ക്ഷേത്രത്തിലെ പരലിംഗ പ്രതിഷ്ഠ, കേദാരനാഥത്തിലെ മുക്തിലിംഗ പ്രതിഷ്ഠ, ചിദംബരത്തിലെ മോക്ഷലിംഗ പ്രതിഷ്ഠ, ശൃംഗേരിയിലെ ഭോഗലിംഗ പ്രതിഷ്ഠ, കാഞ്ചിയിലെ യോഗലിംഗ പ്രതിഷ്ഠ, അതേപോലെ കാഞ്ചിയിലെ ഈ ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്, ശൃംഗേരിയിലെ ശാരദാ പ്രതിഷ്ഠയുണ്ട്. അപ്പോ ഇങ്ങനെ ഈ ഓരോരോ പ്രതിഷ്ഠകളും ചെയ്ത് ഈ അറിവിനെ, സന്യാസം എന്നുള്ളത് കേവലം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാനുള്ളതല്ല, മറിച്ച് ലോകത്തില് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു കയ്യു കൊടുക്കാനുള്ളതാണ്, അവരെ ഉദ്ധരിക്കാനുള്ളതാണ് എന്ന് ബോധം ഉണ്ടാക്കിക്കൊണ്ടാണ് ആചാര്യസ്വാമികൾ ഈ മഠസ്ഥാപനകൾ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, സരസ്വതി, ഭാരതി, പുരി എന്നൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ അറിവ് എങ്ങനെ നേടണം, അതിന്റെ പരിശുദ്ധി എങ്ങനെ നിലനിർത്തണം എന്നുള്ളതെല്ലാം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, അതിൻ്റെ ഉള്ളിൽ ഈ പുരി, എന്താ അമൃതാനന്ദമയി മഠത്തിലെ പൂർണ്ണാമൃതാനന്ദപുരി എന്നൊക്കെയല്ലേ പറയുന്നത്. ഈ പുരി ശബ്ദമൊക്കെ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഈ ശൃംഗേരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അയോധ്യ, മധുര, അതേപോലെ ഹരിദ്വാരം, കാശി, ഉജ്ജയിനി, ദ്വാരക, തുടങ്ങിയിട്ടുള്ള പുരികളുണ്ട്. ഈ പുരികളുടെ സംരക്ഷണവും ഒരു പക്ഷേ ചിലപ്പോൾ ഈ മഠങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടാവാം. അതേപോലെ തീർത്ഥമാശ്രമം എന്ന് പറയുമ്പോൾ തീർത്ഥങ്ങളുടെ പവിത്രത സംരക്ഷിക്കാൻ വേണ്ടി, ആശ്രമ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി, ഗിരിപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ ആ പർവ്വതത്തിന്റെ നിലനിൽപ്പ്, പർവ്വതങ്ങളുടെ നിലനിൽപ്പിനെ സൂചിപ്പിച്ചിട്ട്, അരണ്യം എന്ന് പറയുമ്പോൾ കാടിന്റെ സംരക്ഷണം, ആദിവാസികളുടെ സംരക്ഷണം, ഇങ്ങനെയെല്ലാം ഈ വാക്കുകളിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആചാര്യസ്വാമികള് ഈ ഒരു ഈ 4 മഠങ്ങളെ, ഇത് മാത്രമല്ല കാഞ്ചി എന്നുള്ളതായ 5ാമത്തെ മഠമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ നിരവധി മഠങ്ങള് അദ്ദേഹത്തിൻ്റെതായിട്ട്, അവിടെ കാഞ്ചിക്കാർ പറയുന്ന ആ വാദം രസമാണ്. 4 മഠങ്ങളെ സൃഷ്ടിച്ച് 4 ആചാര്യന്മാർക്ക് കൊടുത്തു. അപ്പൊ അവനൊരെണ്ണം വേണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹം സൃഷ്ടിച്ചതായ മഠമാണ് കാഞ്ചി മഠം. അത് ആദ്യം കുംഭകർണത്തായിരുന്നു, പിന്നെ അത് കാഞ്ചിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശങ്കരാചാര്യർക്ക് വേണ്ടി സ്വയം സൃഷ്ടിച്ച മഠമായിട്ടാണ് കാഞ്ചിയെ കണക്കാക്കുന്നത്. കാശിയിൽ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുമേരു മഠം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ശങ്കരാചാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനവധി മഠങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം, ഈ ആചാര്യന്മാരോടുള്ളതായ നിർദ്ദേശം കേവലം ഒരു ഗുഹയില് അല്ലെങ്കിൽ ഒരു ആശ്രമത്തില് ഒളിച്ചിരിക്കാനല്ല, ചാതുർമാസ്യ കാലത്ത് ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാം, മറിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കാനും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ പ്രശ്നങ്ങള് കാണാനും ആ പ്രശ്നങ്ങള് വേണ്ട രീതിയിൽ മനസ്സിലാക്കി അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് അവരെ പിടിച്ചു ഉയർത്താനും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഈ മഠങ്ങള്, ഈ രീതിയില് പരമ്പരകള് അദ്ദേഹം സ്ഥാപിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം മഠങ്ങള് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുല്ലോ. ഈ മഠങ്ങൾ എന്നുള്ളതായ ആ വാക്ക് മഠന്തി നിവസന്തി ഛാത്രാഹ സന്യാസിനഹ, സന്യാസികള്, അതേപോലെ പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് വിദ്യാർത്ഥികള് എവിടെയാണോ മഠന്തി, നിവസന്തി, താമസിക്കുന്നത്, അവയെയാണ് മഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഛാത്രന്മാര് എല്ലാം ഉപേക്ഷിച്ച അറിവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി
പഠിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ ചേരുന്ന ഇടത്തിനെയാണ് ഈ മഠം എന്ന് പറയുന്നത്. അപ്പോൾ ദ്വാരകാ മഠം ആയാലും പുരി മഠമായാലും ശൃംഗേരി മഠമായാലും അതേപോലെ ജോഷി മഠമായാലും എല്ലാം തന്നെ ഈ എന്തിനു വേണ്ടിയിട്ടാണ്? അറിവിലേക്കാണ്. ജ്ഞാനേന ഏവതു കൈവല്യം. ആചാര്യസ്വാമികളുടെ ആ ഉപനിഷത്തുകളിൽ നിന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നതുണ്ട്. ജ്ഞാനം കൊണ്ട് മാത്രമാണ് മുക്തി. ന കർമ്മണ ന പ്രജയാധനേന. കർമ്മം കൊണ്ടല്ല, മക്കളെ സൃഷ്ടിച്ചത് കൊണ്ടല്ല, സമ്പത്തുള്ളത് കൊണ്ടല്ല, അറിവ് കൊണ്ട് മാത്രമേ ഒരുവന് മുക്തനാവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ അറിവ് ഇന്നിപ്പോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത് മാത്രമാണ്. ഞാൻ ആരാണെന്ന് അറിയില്ല, ഒപ്പമുള്ളവർ ആരാണെന്ന് അറിയില്ല. അപ്പോ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ സമൂഹം ഉണ്ടാവുള്ളൂ. ആ വ്യക്തി ബോധവും സമൂഹബോധവും രാഷ്ട്രബോധവും നമ്മുടെ ഉള്ളിലേക്ക് വേണ്ട രീതിയിൽ ഉണ്ടാവാൻ വേണ്ടി ആചാര്യസ്വാമികള് ഒരു നല്ല മാനസിക ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഭിഷഗ്വരൻ എന്ന രീതിയിൽ ജഗദ്ഗുരുവായ ആചാര്യസ്വാമികള് സൃഷ്ടിച്ച സമ്പ്രദായമാണ് ഈ ദശനാമി സമ്പ്രദായം. അതേപോലെ ആശ്രമ സമ്പ്രദായം, മഠസമ്പ്രദായം എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇത് എന്തിന് ഈ 10 പേര് കൊടുത്തു എന്ന് പറയുമ്പോൾ 10 എന്നുള്ളതായ ആ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുക്തി എന്നാണ് പറയുന്നത്. 10 എന്ന് പറഞ്ഞാൽ 10 ഏകട്ടെ നമുക്ക് പൂർണ്ണത സദാ മുക്കാലും അക്കാലുമായി എന്നൊരു കവി പാടുകയുണ്ടായിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞാൽ മുക്തി എന്നുള്ളതാണ്. അപ്പോൾ ആ മുക്തിയുടെ സോപാനത്തിലേക്ക്, മുക്തിയിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഒരു ജീവന്റെ ലക്ഷ്യം. ആ ജീവിതം സഫലമാവാൻ അറിവ് നേടിയെടുക്കേണ്ടതുണ്ട്. ആ അറിവിലൂടെ പരിപൂർണനായി തീരൂ എന്ന് ലോകത്തോട് ഉപദേശിച്ച സ്വയം അനുഭവിച്ച ജഗദ്ഗുരുവായി ആചാര്യസ്വാമികള് നമ്മളുടെ ഓരോരുത്തരുടെയും ആചാര്യനായി നിന്നുകൊണ്ട് നമ്മുടെ തലയിലെല്ലാം കൈവച്ചു അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും ഇതാ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആചാര്യൻ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വടക്കുന്നാഥന്റെ അവിടെയാണ് അദ്ദേഹം അപ്രത്യക്ഷനായതെന്ന് പറയുന്നുണ്ട്. ചിലവര് കേദാരത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും കേരളീയരായ നമുക്ക് ഒരു 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 എന്താ എന്താ ഒരു അഭിമാനിക്കാനുള്ളത് ഈ വടക്കുന്നാഥന്റെ അവിടെയാണ്. അവിടെ ആ ശംഖചക്രങ്ങള് സ്ഥാപിച്ചതായ ആ ഭാഗത്ത് അവിടെ ചെന്ന് ഒന്ന് തൊഴുമ്പോൾ ആചാര്യസ്വാമികള് നമുക്ക് നൽകിയതായ അനുഗ്രഹം എത്ര വലുതാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവാൻ ഈ ഒരു നേരത്തെ പറഞ്ഞ ആ 10 പേരുകള്. അപ്പൊ ഇതിൽ നമ്മളിത് കേൾക്കുമ്പോൾ പുരി എന്ന് പറയുമ്പോൾ ഈ ആചാര്യൻ പാരമ്പര്യത്തെ കുറിച്ച് ധാരാളം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ നീ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയാന്ന് വെച്ചാൽ കുറെ പേരുടെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതേപോലെ പർവ്വതം അങ്ങനെയുള്ള പേരുകളൊന്നും സ്വതവേ ഇവർക്ക് നിർദ്ദേശിച്ചെങ്കിലും ഇവരൊന്നും പിന്തുടരുന്നില്ല. ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ ജോഷി മഠത്തിലെ ആ പാരമ്പര്യം നിലച്ചപ്പോ പിന്നെ ശൃംഗേരിയിലെ ആചാര്യന്മാരാണ് അവർക്ക് നിർദ്ദേശം നൽകിയത്. അപ്പൊ ആ ഒരു പേരുകൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കലർപ്പൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോ ശൃംഗേരിയിൽ മാത്രമാണ് ഒരു ബ്രഹ്മചാരി ആചാര്യനായിട്ട് വരുന്ന ഒരു സമ്പ്രദായം. മറ്റെല്ലാ ദിക്കിലും ആചാര്യന്മാർ അത് കാരണം കുറെ കൂടുതലുണ്ട്. ഗൃഹസ്ഥനായിട്ട് വയസ്സനായിട്ട് വന്ന് അധികം കാലമൊന്നുമില്ല, ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ മഠാധിപതിയായിട്ട് മരിച്ച അടുത്ത മഠാധിപതി വരുന്ന സമ്പ്രദായമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വിശാലമായ ഒരു സമ്പ്രദായത്തെ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തന്നതായ ആചാര്യ പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതില് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് സൂചിപ്പിക്കാം. അല്ലെങ്കിൽ പല ഇപ്പൊ പറഞ്ഞു ചിന്മയാനന്ദൻ, അതേപോലെ തപോവനം, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടാണല്ലോ ചിന്മയാനന്ദനൊക്കെ വരണത്. ഇപ്പൊ അതേപോലെ രാമകൃഷ്ണ മഠത്തിലെ സന്യാസിമാര്, ശിവാനന്ദ ആശ്രമത്തിലെ സന്യാസിമാര്, ഇവരെല്ലാം പിന്തുടരുന്നത് ഈ ദശനാമി സമ്പ്രദായം തന്നെയാണ്.
അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ സന്യാസിയുടെ കർത്തവ്യം എന്താണ്, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി ആ സന്യാസിമാരോടുള്ളതായ നമ്മളുടെ ആദരവ് ഇതെല്ലാം വളർത്താൻ നമുക്ക് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.